ഫസൽ ഗഫൂർ കൂടി ചേരുന്നു. ഫസൽ ഗഫൂർ, ആത്യന്തികമായി ട്രംപിന്റെയും ഇസ്രായേലിന്റെയും ലക്ഷ്യം ആയത്തുള്ള അലി ഖമനയാണ്. ഖമനയുടെ കൊട്ടാരം പൂർണ്ണമായി തകർത്തു എന്ന് പറയപ്പെടുന്നുണ്ട്. അതിനെ ഖമനെ അതിജീവിച്ചു എന്ന കാര്യം നമുക്കറിയില്ല. ഇത് ഒരു പൂർണ്ണാർത്ഥത്തിലെ വലിയ യുദ്ധമായി പരിണാമം പ്രാപിക്കാനുള്ള സാധ്യത എത്രത്തോളം ഉണ്ട് ഡോക്ടർ ഫസൽ ഗഫൂർ? ആദ്യം തന്നെ പറയാ, US-ഉം ഇസ്രായേലും ഇപ്പൊ തുടർന്നു പോകുന്നത് പൊളിറ്റിക്സ് ഓഫ് അസാസിനേഷൻ എന്നാണ്. ദീർഘകാലമായിട്ട് PLO കാലഘട്ടം തൊട്ടിട്ട് ഇപ്പൊ ഹമാസ്, പിന്നീട് ഇറാൻ, ഇത്തരത്തിലുള്ള രാജ്യങ്ങളെ അല്ലെങ്കിൽ സംഘടനകളെ നേരിടുമ്പോൾ ഇസ്രായേൽ ചെയ്യുന്നത് നേരിട്ട് യുദ്ധം ചെയ്യാതെ ഈ ഒളി യുദ്ധത്തിലൂടെ, അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി അത് അവരുടെ തലവന്മാരെ ഒതുക്കുക എന്നുള്ളതാണ്. ആ ഒരു സ്ട്രാറ്റജി തന്നെയാണ് അവർ ഖമേനിക്ക് ഇത് എടുത്തിട്ടുള്ളത്. പക്ഷേ അത് എല്ലാവർക്കും ഇപ്പോൾ അറിയാലോ ഇത്തരത്തിലുള്ള സംഭവങ്ങളുണ്ടെന്ന്. ഈ PLOക്കാരല്ല ഹമാസ് ഏതെങ്കിലും രാജ്യത്ത് ഓടിക്കുന്ന മാതിരിയല്ല ഇസ്രായേലില്, ഇറാനില്. അപ്പൊ അതിനുള്ള അണ്ടർഗ്രൗണ്ട് ആയിട്ടുള്ള തുരങ്കങ്ങളും മറ്റുമൊക്കെ അവിടെ സ്ഥാപിച്ചു കാണുമ്പോൾ അവർ രക്ഷപ്പെടാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അവരും ഇതൊക്കെ പഠിച്ചു വെച്ചിട്ടുണ്ടല്ലോ ഇങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത്. പക്ഷേ അത് മാത്രമല്ല, അവരിപ്പോ ചെയ്യുന്ന യുദ്ധത്തിന് അത് ദീർഘകാലമായിട്ടുള്ള ഇതിനൊരു യുദ്ധം ഉണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. കാരണം ഇറാൻ വളരെ ദൂരത്താണ് നമ്മുടെ ഇസ്രായേലിൽ നിന്ന്. വലിയൊരു രാജ്യമാണ്, കാരണം അതിന് ഒരുപാട് സ്ഥലമുണ്ട്, മനസ്സിലല്ലേ. അപ്പൊ ആ നിലത്ത് ഈ ഒരു ദീർഘമായ ഒരു യുദ്ധം ചെയ്തിട്ട് വിയറ്റ്നാമിൽ അമേരിക്ക കുടുങ്ങിയ മാതിരി പോകും. അപ്പൊ അതിനൊന്നും ഇവര് നിൽക്കൂല. പക്ഷെ അവരിപ്പൊ ചെയ്യുന്നത് എന്താ പറയുക, അമേരിക്കൻ സ്ട്രാറ്റജി ഉണ്ടല്ലോ. ഇപ്പൊ ഞങ്ങൾക്ക് ഗ്രീൻലാൻഡ് വേണം, അല്ലെങ്കിൽ ഞങ്ങൾക്ക് യുക്രൈനിൽ ഞങ്ങൾ പോയി ഇടപെടും, അല്ല ഞങ്ങൾ പറഞ്ഞ മാതിരി ഇവർ ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെ വെനസ്വേലയിൽ അവർ പോയി ഇടപെടുന്നു. ഇതിനൊക്കെ കൂട്ടുനിൽക്കുകയാണ് ഇസ്രായേൽ. അപ്പൊ അങ്ങനെ കൂട്ടുനിൽക്കുന്ന ഒരു ക്ലയന്റ് കൺട്രി ആയിട്ടാണ് ഇപ്പൊ ഇസ്രായേൽ പെരുമാറുന്നത്. ആദ്യ കാലഘട്ടത്തിൽ തന്നെ ഇതാണ്. പക്ഷെ ഇതില് സാമ്പത്തികമായി എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഇന്ത്യക്ക്, അതായത് ഈ ഹോർമുസ് സ്ട്രെയ്റ്റ്സ് അത് ഇത് ബ്ലോക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇസ്രായേൽ അതായത് ഇറാൻ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിലോട്ട് വരുന്ന എണ്ണയുടെ എൻ്റെ ഒരു ഓർമ്മ ശേഷം 40-50% കുറയും. ഇവിടെ എണ്ണ വില ഭയങ്കരമായിട്ട് കൂടുകയും റുപ്പിയുടെ മൂല്യം ഇടുകയും ചെയ്യും. അപ്പൊ അത് ഇന്ത്യയെ ബാധിക്കുന്ന ഒരു സംഭവമാണ് ദീർഘകാലമായിട്ടുള്ള ഒരു യുദ്ധം. അതാണ് എൻ്റെ അഭിപ്രായത്തെ പറ്റി. ഫസൽ ഗഫൂർ, അതിനോടൊപ്പം ഈ ഗൾഫ് രാഷ്ട്രങ്ങളിലേക്കാണ്. ഇപ്പോൾ ഗൾഫ് രാഷ്ട്രങ്ങളിൽ അമേരിക്കയുടെ എയർബേസുകൾ ധാരാളമായി ഉണ്ട്. അങ്ങോട്ടേക്കൊക്കെ നേരത്തെ നമ്മൾ ആദ്യം കേട്ടത് ഖത്തറിലെ അല്ലുദൈദ് മാത്രമായിരുന്നു ഒരു വർഷം മുമ്പ് കേട്ടതെങ്കിൽ ഇതിപ്പോൾ ഖത്തർ മാത്രമല്ല, ബഹ്റൈൻ, അബുദാബി, ദുബായ്, ഇറാഖ്, ചുറ്റും കിടക്കുന്ന സ്ഥലങ്ങളിലേക്കൊക്കെ ഇപ്പോഴും ഏതാണ്ട് 2-3 മണിക്കൂറായി സ്ഫോടന ശബ്ദങ്ങൾ കേട്ടുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ അതെങ്കിലും എപ്പോൾ അവസാനിക്കുമെന്ന് പ്രതീക്ഷിക്കാവോ ശ്രീ ഫസൽ ഗഫൂർ? അല്ല, അറബ് രാഷ്ട്രങ്ങൾ പഴയ കാലഘട്ടത്തിൽ ഒരു കാലഘട്ടത്തില് ഇറാനും ഇവരും തമ്മിൽ ആദ്യ കാലഘട്ടങ്ങളിൽ ഇറാന്റെ ഷാഡ കാലഘട്ടത്തിൽ ഇവർ അമേരിക്കയുടെ കൂടെയായിരുന്നു. ഇസ്രായേലിന് മാറിയതിനു ശേഷം അവർ യുദ്ധത്തിലൊന്നും പങ്കെടുത്തില്ല. ഈജിപ്ത് മറ്റേ പലസ്തീന് വേണ്ടിയിട്ടുള്ള ഒരു യുദ്ധത്തിലും പങ്കെടുത്തില്ല. ഇപ്പൊ ഇവരിങ്ങനെ ആ ഏരിയയിൽ നമ്മൾ പറയാലോ ആ ഒരു പ്രാമുഖ്യം കൂട്ടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പുറത്തെ ഭാഗത്ത് ചെയ്തിട്ടുള്ളതെന്ന് വെച്ചാൽ അവർ സോവിയറ്റ് യൂണിയനെ വിട്ടുകൊണ്ട് കംപ്ലീറ്റ് അമേരിക്കയുടെ ഒരു ശിങ്കടി രാഷ്ട്രങ്ങളായി മാറിയിരിക്കുകയാണ്. ഇവിടുത്തെ ബേസുകൾ എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ രാജ്യങ്ങളായതുകൊണ്ട് ഇവർ മിസൈൽ അറ്റാക്ക് ഇറാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഇസ്രായേലോ അല്ലെങ്കിൽ അമേരിക്ക ഇടപെടുന്നതിന് മുമ്പായിട്ട് ഒരു കാര്യപ്പെട്ട നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ ഈ ഒരു പുതിയൊരു ഡിപ്ലോമാറ്റിക് അതായത് ഒരു ഇസ്ലാമിക രാഷ്ട്രം എന്ന് വെച്ചാൽ ഇറാൻ ഒരു ഇസ്ലാമിക രാഷ്ട്രമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ അതൊരു മൊത്തം അറബ് രാഷ്ട്രങ്ങളുടെ കൂടെ ചേർന്നുകൊണ്ടുള്ള പുതിയൊരു സ്ട്രാറ്റജിയാണ് വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചിലപ്പോൾ അതിനെ തകർക്കാൻ വേണ്ടി തന്നെ കരുതിക്കൂട്ടിയിട്ടായിരിക്കാം ഇസ്രായേൽ ഇത് ചെയ്തിട്ടുണ്ടാവുക. മറുപടിയായിട്ട് ഇപ്പൊ ഇറാൻ എന്ത് ചെയ്യുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരെ ഭീഷണിപ്പെടുത്താനായിട്ട് ബഹ്റൈന്റെ മുകളിൽ മാത്രം ഞാൻ കണ്ടോടത്തോളം ബഹ്റൈൻ, ഖത്തർ, സൗദി അറേബ്യ പല സ്ഥലങ്ങളിലും നാശനഷ്ടങ്ങൾ വന്നിട്ടുണ്ട്. നാശനഷ്ടങ്ങൾ എന്ന് വെച്ചാൽ നമുക്ക് നേരിട്ട് നാശനഷ്ടം കാര്യമായിട്ട് കാണുന്നില്ലെങ്കിൽ അത് സ്ഫോടനങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നു. അപ്പൊ അത് ഒരു പ്രഷർ ടാക്ടിക് ആയിട്ട് ഇറാൻ ഉപയോഗിക്കുകയാണ് അമേരിക്കക്കെതിരായിട്ട്. കാരണം അമേരിക്കൻ ബേസുകൾ അവിടെ ഉണ്ടായ ബേസിൽ പോയിട്ട് ഇവര് പണ്ട് പേൾ ഹാർബർ ജപ്പാൻ ആക്രമിച്ച രീതിയിൽ ബേസിൽ പോയിട്ട് വലിയ വൻതോതിൽ ഇവർക്ക് മിസൈലുകൾ മാത്രമേ ഉള്ളൂ നമ്മൾ മനസ്സിലാക്കണം. അവർക്ക് യുദ്ധക്കപ്പലുകളോ അല്ലെങ്കിൽ യുദ്ധവിമാനങ്ങളോ ഒന്നും ഇല്ല. ഇറാൻ ആകെ ഉള്ളത് ചൈനയുടെ, റഷ്യയുടെ സപ്ലൈ ചെയ്തിട്ടുള്ള മിസൈലുകളും. ഈ മിസൈലുകൾ പോയി വീഴാണ് അമേരിക്ക വലിയ നാശനഷ്ടം പറ്റും. അമേരിക്കൻ ബേസുകൾ കഴിഞ്ഞാണ് അവർ അമേരിക്കൻ പട്ടാളക്കാർ അവിടെ നിന്ന് മാറ്റിയെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത്തരത്തിലുള്ള ഒരു നീക്കം അവർ നടത്തേണ്ടതായിട്ട് വരും. അല്ലെങ്കിൽ പ്രത്യേകിച്ച് ബഹ്റൈനിലൊക്കെ. ബഹ്റൈൻ പഴയ ബേസാണ്. ആദ്യമായിട്ട് വന്നിട്ടുള്ള ബേസ് ഏതാണെന്ന് ചോദിക്കുകയാണ് ബഹ്റൈനാണ്. അവസാനമായിട്ടാണ് സൗദി അറേബ്യ, ഖത്തറൊക്കെ വന്നത്. അപ്പൊ ആ നിരക്ക് നാശനഷ്ടങ്ങൾ വലുതായിട്ട് സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ,
താങ്ക് യു ശ്രീ ഒന്നുകൂടെ വിളിക്കുകയും ചെയ്യാം. എന്തായാലും ബഹ്റൈനിലെ അമേരിക്കയുടെ 5th ഫ്ലീറ്റ് ലക്ഷ്യമിട്ടായിരുന്നു ഇറാന്റെ വ്യോമാക്രമണം എന്ന് പറയപ്പെടുന്നുണ്ട്. വലിയ നാശം ഇതിനോടകം ബഹ്റൈനിലെ എയർബേസിന് ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നു. എന്തായാലും ബഹ്റൈനിലെ ജുഫൈർ മേഖല റെസിഡൻസിനെ അവിടുത്തെ ഇന്ത്യൻ മിനിസ്ട്രി ഏതാണ്ട് പൂർണ്ണമായി ഇപ്പോൾ ഇവാക്യുവേറ്റ് ചെയ്യുകയാണ്. ജുഫൈർ കേന്ദ്രീകരിച്ച് 1-2 സ്ഫോടനങ്ങൾ ഉണ്ടായി എന്ന് പറയപ്പെട്ടിരുന്നു. ഇന്തോനേഷ്യൻ പ്രസിഡന്റ് അടിയന്തരമായി US ഇറാൻ ഡയലോഗിന് തയ്യാറാണെന്ന് ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രഭാവോ ഇപ്പോൾ പറയുന്നു. റഷ്യയാണ് ആദ്യമായി അടിയന്തരമായി യുദ്ധം നിർത്തണം, ഇറാനുമേൽ ഇസ്രായേലും അമേരിക്കയും നടന്ന അസോൾട്ട് നിർത്തണം, അത് ഉണ്ടാക്കാൻ പോകുന്ന പ്രത്യാഘാതം ദൂരവ്യാപക പ്രത്യാഘാതം ഉണ്ടാക്കും എന്ന് പറയുന്നുണ്ട്. തെഹ്റാനിൽ വ്യാപകമായ ആക്രമണം, തെഹ്റാനിൽ നേരത്തെ ഇസ്രായേൽ അമേരിക്കയുടെ വ്യാപകമായ ആക്രമണം, വലിയ നാശനഷ്ടം ഉണ്ടായിരിക്കുന്നു. അവിടെ ആയത്തുള്ള അലി ഖമനിയുടെ കൊട്ടാരം ഏതാണ്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പാലസ് ഏതാണ്ട് പൂർണ്ണമായി തന്നെ തകർന്നിരിക്കുന്നു. അതിനിടയിൽ ഇറാനിലെ പെൺകുട്ടികൾ പഠിക്കുന്ന സ്കൂളിലേക്ക് ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ 5 പെൺകുട്ടികൾ മരിച്ചു എന്നാണെങ്കിൽ അതിപ്പോൾ 24 മരണമായി ഉയർന്നിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ വരുന്ന വിവരം. 5 മരണം 24 മരണമാകുന്നു. അങ്ങനെ അബുദാബിയിലെ 1 മരണം, ഇറാഖിലെ 2 മരണം, ഇറാനിലെ 24 മരണം എന്ന് പറയുമ്പോൾ ഇത്തരത്തിൽ സ്വാഭാവികമായും ഇത്രയും നീണ്ടു നിൽക്കുന്ന ആക്രമണത്തിന് സ്വാഭാവിക പരിണതി എന്നോണം ആൾനാശവും ആൾക്കാർ മരിച്ചു പോകുന്നതിന്റെ വാർത്തകൾ അത് കൂടുതലായി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.